അഴിമതി നിറഞ്ഞ UDF കോന്നി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി രാജിവെക്കുക, പാറമടകൾക്ക് അനധികൃതമായി നൽകിയ ലൈസൻസുകൾ റദ്ദാക്കുക, പഞ്ചായത്ത് സെക്രട്ടറിയെ സസ്പെൻഡ് ചെയ്ത് വിജിലൻസ് അന്വേഷണം നടത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് CPIM കോന്നി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാരൂപ്പാലത്തു നിന്നും കോന്നി പഞ്ചായത്തിലേക്ക് മാർച്ചും ധർണയും നടത്തി. CPIM-ന്റെ സമരസഖാക്കൾ പങ്കെടുക്കുന്ന വിഭജന മാർച്ച് ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ എത്തിച്ചേരുകയാണ്. പഞ്ചായത്ത് രൂപം മാറും, ഭാവം മാറും, രൂപം മാറും. ധർണ കോന്നി CPM ഏരിയ സെക്രട്ടറി ശ്യാംലാൽ ഉദ്ഘാടനം ചെയ്തു. CPIM സംഘടിപ്പിച്ചിട്ടുണ്ട്. അതിലൊരാവശ്യം ഞങ്ങൾ നിരന്തരം ഉന്നയിക്കുന്ന ആവശ്യമാണ്. ഈ പഞ്ചായത്തിലെ അഴിമതി സമഗ്രമായി അന്വേഷിക്കണം. അഴിമതി അല്ലാതെ മറ്റൊന്നും ഇവിടെ നടക്കുന്നില്ല. ഇവിടെ അഴിമതി മാത്രമാണ് നടക്കുന്നത് എന്നതുകൊണ്ട് വികസന പ്രവർത്തനങ്ങൾ അട്ടിമറിക്കപ്പെടുന്നു, ഫണ്ട് ലാപ്സായി പോകുന്നു, ഈ നാടിനർഹമായ വികസനം നിഷേധിക്കപ്പെടുന്നു. സുരക്ഷാ സംവിധാനങ്ങൾ എന്തൊക്കെയായിരുന്നു? ആ പാറമടയ്ക്ക് ഖനനം ചെയ്യാൻ ഉള്ള അവകാശമുണ്ടായിരുന്നോ? ആ പാറമടയ്ക്ക് ലൈസൻസ് പഞ്ചായത്ത് കൊടുത്തത് എന്തടിസ്ഥാനത്തിലാണ്? അപ്പോ ചെങ്കുളം പാറയോടമ്മ ഈ കൊലപാതകത്തിൽ ഉത്തരവാദികളായിരിക്കുമ്പോ തന്നെ അതിന്റെ കൂട്ടുപ്രതികളാണ് കോന്നി പഞ്ചായത്ത് ഭരണസമിതി, അതിന്റെ പ്രസിഡന്റ്, അതിന്റെ സെക്രട്ടറി. കൂട്ടുപ്രതികളാണ്. ബോധപൂർവം നിയമവിരുദ്ധമായി ചെങ്കുളം പാറമട പ്രവർത്തിപ്പിക്കുന്നതിന് ആവശ്യമായ എല്ലാ നിയമവിരുദ്ധ സഹായങ്ങളും ചെയ്യുകയായിരുന്നു ഈ പഞ്ചായത്തിന്റെ സെക്രട്ടറിയും ഈ പഞ്ചായത്തിന്റെ പ്രസിഡന്റും ഉൾപ്പെടെയുള്ള ആളുകൾ. ഒരവസാനത്തെ ഉദാഹരണം പറയാം. അവസാനത്തെ ഉദാഹരണം, അവിടെ സ്വകാര്യ ഭൂമി ചെങ്കുളം പാറമട കയ്യേറി വഴി, പഞ്ചായത്തിന്റെ ആസ്തിയിലുള്ള വഴി കയ്യേറി. ആ കയ്യേറിയ വഴി അളന്ന് അത് ഇവിടുത്തെ ആസ്തി രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയതുപോലെ തന്നെ പുനഃസ്ഥാപിക്കണമെന്ന്
പഞ്ചായത്തിലെ ഒരു താമസക്കാരൻ പരാതി കൊടുത്ത് അദാലത്തിൽ തീരുമാനമുണ്ടായി. ആ തീരുമാനം അട്ടിമറിക്കാൻ വേണ്ടി ഹൈക്കോടതിയിൽ പോകാൻ പഞ്ചായത്ത് സെക്രട്ടറി കൂട്ടുനിന്നു. എന്നിട്ടും ഹൈക്കോടതി പറഞ്ഞു ആ പഞ്ചായത്ത് ആസ്തി അനുസരിച്ചുള്ള ഭൂമി വഴി പുനഃസ്ഥാപിക്കണമെന്ന് പറഞ്ഞു. പുനഃസ്ഥാപിക്കാൻ എഞ്ചിനീയർ അടക്കമുള്ള ആളുകൾ അവരവിടെ വഴിയളക്കാൻ ചെന്നു. വഴിയളക്കാൻ ചെന്നപ്പോ ആ വഴി അളക്കാൻ ആ പൊതുവഴിക്ക് കേട്ടിട്ടിരിക്കുന്ന ചെങ്കളത്തിന്റെ പാറ ഉടമ തയ്യാറായില്ല. കോടതി പറഞ്ഞ വിധിപ്രകാരം പഞ്ചായത്ത് ചുമതലപ്പെടുത്തിയ ഉദ്യോഗസ്ഥന്മാരെ അവരുടെ ജോലി ചെയ്യുമ്പോ തടസ്സപ്പെടുത്തുമ്പോ ഈ പഞ്ചായത്ത് സെക്രട്ടറി ചെയ്ത പണിയെന്താ? അവർക്ക് പോലീസ് സംരക്ഷണം കൊടുക്കാനും പഞ്ചായത്ത് രാജ് നിയമം അനുസരിച്ച് ആ പൂട്ട് പൊട്ടിച്ച് പൊതുവഴി അളക്കാനുമുള്ള നടപടി സ്വീകരിക്കണ്ടേ? നടപടി സ്വീകരിച്ചില്ല. ഏരിയ കമ്മിറ്റി അംഗം MS ഗോപിനാഥൻ അധ്യക്ഷത വഹിച്ചു. ഇത്തരത്തിലൊരു സമരം നടത്താനുണ്ടായ സാഹചര്യത്തെ സംബന്ധിച്ച് നാട്ടിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കോന്നി ലോക്കൽ സെക്രട്ടറി KS സുന്ദരേശൻ സ്വാഗതം പറഞ്ഞു. കൂട്ടുവാൻ അധികാരമുള്ള കോന്നി ഗ്രാമപഞ്ചായത്ത് അതിനു തയ്യാറാകുന്നില്ല എന്ന് പറഞ്ഞാൽ അത് തയ്യാറാകാതിരിക്കുന്നതിന്റെ കാരണം ഒന്നേ ഉള്ളൂ, അവിഹിതമായ പണസമ്പാദനമാണ്. ജീവൻ നഷ്ടപ്പെട്ടാൽ വേണ്ടില്ല, പാവപ്പെട്ട ആളുകൾക്ക് തൊഴിൽ നഷ്ടപ്പെട്ടാൽ വേണ്ടില്ല. ഇവിടെ കിട്ടേണ്ടത് ഞങ്ങൾക്ക് ഈ പഞ്ചായത്തിന്റെ അധികാരത്തിൽ ഇരിക്കുമ്പോ ഭൂമി സമ്പാദിക്കണം, വീട് സമ്പാദിക്കണം, ബാങ്ക് ബാലൻസ് ഉണ്ടാകണം. ഏതാണ്ട് 1/4 കോടി രൂപയുടെ ലേലം വിളിയാണ് മുൻ പ്രസിഡന്റും പഴയ പ്രസിഡന്റും ഒക്കെ ആയി നടത്തിയത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഏരിയ കമ്മിറ്റി അംഗങ്ങളായ R ഗോവിന്ദ്, T രാജേഷ് കുമാർ, ജില്ലാ പഞ്ചായത്ത് അംഗം ജിജോ മോഡി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറിയുമായ തുളസിമണിയമ്മ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ KG ഉദയകുമാർ, തുളസി മോഹൻ, ജിഷ ജയകുമാർ, പുഷ്പ ഉത്തമൻ എന്നിവർ സംസാരിച്ചു. 9 മലയാളം ന്യൂസ് കോന്നി.